വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. പഞ്ചാബിൽ സൈനിക ക്യാമ്പിൽ വെടിവെപ്പിൽ 4 സൈനികർ കൊല്ലപ്പെട്ടു. ഫറ്റിൻഡ സൈനിക ക്യാമ്പിൽ പുലർച്ചെ 4:35 വെടിവെപ്പ് ഉണ്ടായത്. ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഇതിൽ 4 പേർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ക്യാമ്പിലുണ്ടായിരുന്ന ക്വിക്ക് റെസ്പോൺസ് ടീം അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി മേഖല പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി പരിശോധനകൾ ഉൾപ്പെടെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 4 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സൈനികരാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടി ഇവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായി അകത്ത് ഈ ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരം പ്രകാരം ഈ 4:35 കൂടി ഒരു ആക്രമണം ഒരു വെടിവെപ്പ് ആ മേഖലയിൽ ഉണ്ടായി. ഈ മിലിറ്ററി സ്റ്റേഷനകത്തെ ഓഫീസേഴ്സ് മെസ്സിന് സമീപമാണ് ഈ വെടിവെപ്പ്, മെസ്സിനുള്ളിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. പുലർച്ചെയാണ് വെടിവെപ്പ് ഉണ്ടായത്. ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള ആ നടപടികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മാത്രമല്ല ഈ ആക്രമി ആരാണെന്ന് കണ്ടെത്താനുള്ള തിരച്ചിൽ ഉൾപ്പെടെ മേഖലയിൽ തുടരുകയാണ്. കൂടാതെ ഈ ക്യാമ്പ് ഉൾപ്പെടുന്ന മേഖല പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവിടേക്കുള്ള റോഡുകൾ ഉൾപ്പെടെ നിലവിൽ അടച്ചിരിക്കുകയാണ്. ഈ മിലിറ്ററി സ്റ്റേഷനുള്ളിൽ ഒരു മിലിറ്ററി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൽ ഉൾപ്പെടെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ക്യാമ്പിലും ഈ ജവാന്മാരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു ക്യാമ്പാണിത്. ജവാന്മാരും അതുപോലെ തന്നെ ഓഫീസേഴ്സും ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരുടെ കുടുംബങ്ങളും അതിനുള്ളിലുണ്ട്. അവരോടൊക്കെ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശവും കൂടി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പഞ്ചാബിലെ ബട്ടിൻഡ പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ സൈനിക ക്യാമ്പിന് പുറത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ബട്ടിൻഡ സീനിയർ പോലീസ് സൂപ്രണ്ട് പറഞ്ഞത് ഇതൊരു ഭീകര ആക്രമണമായി കാണാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു ഭീകരാക്രമണത്തിന്റെ സാധ്യതകൾ ഈ ആക്രമണത്തിനില്ല. മറിച്ച് അകത്തുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിലേക്ക് ഒരു വെടിവെപ്പിലേക്ക് നയിച്ചതെന്ന സൂചനകളാണ് ഈ ബട്ടിൻഡ സീനിയർ പോലീസ് സൂപ്രണ്ട് GS ഗുരാന അല്പസമയം മുമ്പ് പറഞ്ഞത്. ഏതായാലും ആ ഒരു തലത്തിൽ തന്നെയാണ് ഈ അന്വേഷണവും നടക്കുന്നത്. ഏതായാലും ഇതിനൊരു ഭീകര ബന്ധമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും സിവിലിയൻ ഡ്രസ്സിൽ സാധാരണക്കാരുടെ വസ്ത്രം എത്തിയ ഒരാളാണ് ഈ വെടിവെപ്പ് നടത്തിയതെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണം അതിന്റെ അന്തിമ തുടരുകയാണ്. ആരൊക്കെയാണ് മരിച്ചത്, എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്, പുറത്തു നിന്നാണോ ആളുകൾ കടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പുറത്തുനിന്ന് ഒരു ആക്രമണത്തിന് സാധ്യത കാണുന്നില്ല. മറിച്ച് ഈ സൈന്യത്തിനുള്ളിൽ ഉണ്ടായ ചില വാക്കുതർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും ആ മേഖല പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. സൈന്യം ഇപ്പോൾ ഈ അക്രമി ആരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. മാത്രമല്ല വേറൊരു വിവരം പുറത്തു വരുന്നത് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ഈ ക്യാമ്പിലെ ആർട്ടിലറി യൂണിറ്റിൽ നിന്ന് ഒരു ഇൻസാസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു റൈഫിള് കാണാതായിട്ടുണ്ട്. മാത്രമല്ല 28 വെടിയുണ്ടകളും കാണാതായിട്ടുണ്ട്. അത്തരത്തിൽ ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഭീകരവാദ ബന്ധമില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീകരാക്രമണം അല്ല എന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് പറയുന്നത്. സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് രാവിലെ പറഞ്ഞ സൈന്യത്തിന്റെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ആർമിയുടെ സൗത്ത് കമാൻഡന്റ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഈ 4:35 കൂടി ഒരു വെടിവെപ്പ് ക്യാമ്പിനുള്ളിൽ ഉണ്ടായി. ആ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ ക്വിക്ക് റെസ്പോൺസ് ടീം ക്യാമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടെ പരിശോധനകൾ ആരംഭിച്ചു, സീൽ ചെയ്തു. ആ മേഖല അത്തരം നടപടികൾ അവിടെ തുടരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും ഈ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികളും തുടരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സൈനികരാണോ മരിച്ചത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ സൈന്യത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ഫിജി, ഏതെങ്കിലും സൈനികനാണോ ഈ ഒരു വെടിവെപ്പ് നടത്തിയത് എന്ന സംശയമുണ്ടോ? സൈന്യത്തിനിടയിൽ ഉണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളാണോ ഇതിന് കാരണം? ഇപ്പോൾ പോലീസ് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബട്ടിൻഡയുടെ ചുമതലയുള്ള സീനിയർ പോലീസ് സൂപ്രണ്ട് GS ഗുരാന അദ്ദേഹമാണ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അകത്ത് എന്തെങ്കിലും ഉണ്ടായ ഒരു തർക്കമാകാം, ഈ ഉള്ളിലുണ്ടായ ഏതെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമാകാം ഈ വെടിവെപ്പ് എന്നുള്ളൊരു കാര്യമാണ് ഈ പോലീസ് പറയുന്നത്. അവർ തമ്മിലുള്ള ഏതെങ്കിലും തർക്കം വെടിവെപ്പിലേക്ക് കലാശിച്ചതാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഈ ഓഫീസേഴ്സ് മെസ്സിന് സമീപമാണ് ഈ
ഈ ക്യാമ്പിനുള്ളിലെ ഓഫീസേഴ്സ് മെസ്സിനുള്ളിലാണ് ഈ പുലർച്ചെ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. ഒരു വെടിശബ്ദം കേട്ട അവിടേക്ക് ആളുകൾ എത്തുമ്പോൾ ഈ വെടിവെപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ അത് കാണുകയാണ് ചെയ്തത്. ഈ അക്രമിയെ പിടികൂടാൻ സാധിച്ചില്ല. പക്ഷേ ഒരു വിവരം വരുന്നത് ഇയാൾ സിവിലിയൻ ഡ്രസ്സിലാണ് വന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ളിൽ ഈ ക്യാമ്പിനുള്ളിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബങ്ങളുണ്ട്. ഈ സൈനികരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു ക്യാമ്പ് കൂടിയാണ്. അവിടെ സൈനികർ മാത്രമല്ല ഉള്ളത്, അവരുടെ കുടുംബങ്ങളും ഉൾപ്പെടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവർ ഒരുമിച്ച് ആ വീട്ടിൽ അവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ സിവിലിയൻ ഡ്രസ്സിൽ ഒരാളാണ് വെടിവെച്ചത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഏതായാലും അക്രമിയെ ഒരാളെ പിടികൂടി എന്നുള്ള വിവരം, സ്ഥിരീകരിക്കാത്ത വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വികാരപ്രകാരം അല്ലെങ്കിൽ പോലീസ് പറയുന്നത് പ്രകാരം ഇതൊരു ഭീകരാക്രമണമായി കാണാൻ സാധിക്കില്ലെങ്കിൽ അത്തരം ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇക്കാര്യങ്ങളിൽ നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അവിടെ ശക്തമായ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ മേഖല ഉള്ളത്. ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഈ ബട്ടിൻഡ എന്ന് പറയുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി സ്റ്റേഷൻ കൂടിയാണ് ഈ ബട്ടിൻഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നടന്ന ആ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സൈന്യം കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇക്കാര്യത്തിൽ സൈന്യത്തിനോട് റിപ്പോർട്ട് തേടിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. ഈ 4 പേർ കൊല്ലപ്പെട്ടു, 4 പേരെ തിരിച്ചറിയാനുള്ള നടപടികൾ നടക്കുന്നു. അതേസമയം പോലീസ് പറയുന്നു ഭീകരാക്രമണത്തിന്റെ സാധ്യത ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരബന്ധമുള്ള അത്തരമൊരു ആംഗിൾ ഈ ആക്രമണത്തിനില്ല, മറിച്ച് അകത്തുണ്ടായ തർക്കം ഒരു വെടിവെപ്പിൽ കലാശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ സിവിലിയൻ ഡ്രസ്സിൽ, അതായത് സാധാരണക്കാരുടെ വസ്ത്രം ധരിച്ചെത്തിയ ഒരാളാണ് ഈ ആക്രമണം നടത്തിയതെന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ കൂടി 2 പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യവും കൂടി സ്ഥിരീകരിക്കാത്ത സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും സൈന്യം ഇക്കാര്യത്തിൽ ഒരു വിശദമായ പ്രസ്താവന അല്പസമയത്തിനകം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിജി. ശരി, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം കടക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് ആന്റണി ജോർജ് പങ്കുവച്ചത്. പഞ്ചാബിൽ സൈനിക ക്യാമ്പിൽ വെടിവെപ്പ്, 4 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് എത്തുന്നത്. ഭട്ടിൻഡ സൈനിക ക്യാമ്പിൽ പുലർച്ചെ 4:35 വെടിവെപ്പുണ്ടായത്.